ഭരതൻ നായരുടെ രണ്ട് ഭാര്യമാരുടെയും മക്കളുടെയും കഥയാണ് ഭരതനാട്യവും മോഹിനിയാട്ടവും. ഭരതൻ നായരുടെ മരണത്തോടെ തകർന്നുപോയ ആ കുടുംബം എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ശ്രീകണ്ഠപുരത്തുള്ള രുക്മിണിയുടെയും അജയിന്റെയും പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. കുറച്ചു ദിവസങ്ങൾ സമാധാനത്തോടെ കടന്നുപോയെങ്കിലും ആ നാട്ടിലെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയ അവർക്ക് നേരെ നാട്ടുകാർ സംശയത്തോടെ നോക്കാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ആ നാട്ടുകാർ ഭരതൻ നായരുടെ കുടുംബത്തെ അങ്ങനെ നോക്കിയത്? അതിനു പിന്നിൽ ഭരതൻ നായർ ആർക്കും അറിയാതെ ഒളിപ്പിച്ചു വെച്ച ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു. ആ രഹസ്യം എന്താണെന്ന് അറിയാൻ കഥയുടെ തുടക്കം മുതൽ നമുക്ക് നോക്കാം. ഒരു ദിവസം ഭരതൻ നായരുടെ പഴയ സുഹൃത്തായ ഗോവിന്ദൻ അവരെ കാണാൻ വരുന്നു. അയാൾ ആ കുടുംബത്തോട് ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. ആ നാട്ടിലെ പ്രശസ്തമായ അമ്പലവും അവിടുത്തെ ദേവീ വിഗ്രഹവും എല്ലാം ഭരതൻ നായർ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയുടെ പുറത്ത് നിർമ്മിച്ചതാണ്. ഈ സത്യം ആരോ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് പുറത്തു പറയാതിരിക്കാൻ 1.5 കോടി രൂപയാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അമ്പല കമ്മിറ്റി കുറച്ചു പണം ഒപ്പിച്ചെങ്കിലും ഇനി 75 ലക്ഷം കൂടി വേണം. ഒന്നുകിൽ ആ പണം ഭരതൻ നായരുടെ കുടുംബം നൽകണം, അല്ലെങ്കിൽ ഈ തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മൺമറഞ്ഞു പോയ ഭരതൻ നായരുടെ തലയിൽ വെച്ചു വെക്കണം. ജയിലിൽ പോകാതിരിക്കാൻ അവർക്ക് ഗോവിന്ദൻ നൽകിയ വെറും 2 ദിവസത്തെ സമയം മാത്രമാണ്. ഇതിനിടയിൽ നായകൻ ശശി ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ പേര് മോഹിനീശ്വരി ദേവി എന്നാണ്. അത് ഭരതൻ നായരുടെ അമ്മയുടെ പേരായിരുന്നു. മാത്രമല്ല, ആ വിഗ്രഹത്തിന്റെ മുഖത്തിന് ശശിയുടെ അമ്മയായ സരസ്വതിയുടെ മുഖവുമായി വല്ലാത്തൊരു സാദൃശ്യമുണ്ടായിരുന്നു. ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണെന്ന് ശശിക്ക് മനസ്സിലായി. എന്നാൽ 2-ാം ദിവസം കൃത്യമായി എത്തിയ ഗോവിന്ദൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. ഭരതൻ നായർക്ക് 2 കുടുംബങ്ങളുണ്ടായിരുന്നു. ഈ വിവരം വെച്ച് കൂടുതൽ പണം തട്ടിയെടുക്കാൻ അയാൾ ശ്രമിച്ചപ്പോൾ പേടിച്ചുപോയ കുടുംബം അയാളുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിച്ചു. എന്നാൽ ആ ബഹളത്തിനിടയിൽ അമ്മ സരസ്വതിയുടെ കൈ അബദ്ധത്തിൽ ഗോവിന്ദന്റെ കഴുത്തിൽ തട്ടുകയും അയാളുടെ കഴുത്തൊടിയുകയും ചെയ്തു. ഗോവിന്ദൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഒരു സാധാരണ കുടുംബം പെട്ടെന്നൊരു കൊലപാതകമായി മാറി. ഇതിനിടയിൽ ഗോവിന്ദന്റെ മരുമകനും അവരുടെ അയൽക്കാരനുമായ സുഭാഷ്, നമുക്കിവനെ സുഭാഷ് ജൂനിയർ എന്ന് വിളിക്കാം, തന്റെ അമ്മാവിനെ തിരക്കി വരുന്നു. ശശി അവനോട് കള്ളം പറഞ്ഞെങ്കിലും ജൂനിയർ സുഭാഷ് അവരെ സംശയമായി. അവൻ നാട്ടിലെങ്ങും അമ്മാവിന്റെ മിസ്സിംഗ് പോസ്റ്ററുകൾ ഒട്ടിക്കാൻ തുടങ്ങി. മൃതദേഹം മാറ്റാനുള്ള കുടുംബത്തിന്റെ ഓരോ ശ്രമവും സുഭാഷ് ജൂനിയർ കാരണം പരാജയപ്പെട്ടു. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ ശശി നാട്ടിൽ നിന്നും തന്റെ സുഹൃത്തായ മറ്റൊരു സുഭാഷിനെ വിളിച്ചു വരുത്തുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ സുഭാഷ് സീനിയർ ഒരു വില്ലൻ ബുദ്ധി ഉപദേശിച്ചു. ആ മൃതദേഹം കൊണ്ടുപോയി ജൂനിയർ സുഭാഷിന്റെ സ്വന്തം വീട്ടിൽ ഒളിപ്പിക്കുക. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. ജൂനിയർ സുഭാഷ് തന്റെ അമ്മായിയിൽ നിന്നും അറിഞ്ഞു ഗോവിന്ദൻ സ്വന്തം മരുമകനെ പോലും ചതിക്കാൻ നടന്ന ആളായിരുന്നു എന്ന്. ഒടുവിൽ തന്റെ വീട്ടിൽ മൃതദേഹം കൊണ്ടുവച്ചത് ശശിയും കുടുംബവുമാണെന്ന് ജൂനിയർ സുഭാഷ് തിരിച്ചറിഞ്ഞു. പോലീസിൽ പോയാൽ 2 കൂട്ടരും പെടും എന്ന് മനസ്സിലാക്കിയ അവർ ഒടുവിൽ ഒരു വിചിത്രമായ ഒത്തുതീർപ്പിലെത്തി. ആ മൃതദേഹം ഒരുമിച്ച് ഇല്ലാതാക്കുക. അവർ ഗോവിന്ദനോട് കടുത്ത ശത്രുതയുള്ള ഈപ്പൻ എന്ന ഇറച്ചിവെട്ടുകാരന്റെ സഹായം തേടി. സുഭാഷ് ജൂനിയറിന്റെ വീട്ടിൽ വെച്ച് അവർ ആ മൃതദേഹം വെട്ടിമുറിച്ച് ചെറിയ ബാഗുകളിലാക്കി പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കാനിറങ്ങി. എന്നാൽ കാട്ടിൽ വെച്ച് ഒരു ബാഗ് കാണാതായി എന്ന് അജയ് തിരിച്ചറിഞ്ഞു. അതേസമയം മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന CI പാർത്തൻ കാര്യങ്ങൾ മനസ്സിലാക്കി സുഭാഷ് ജൂനിയറിന്റെ വീട്ടിലേക്ക് വരികയാണ്. പോലീസ് വരുന്നത് കണ്ട് അവർ അവിടെ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഗോവിന്ദന്റെ വളർത്തുനായ സിംബ അവരെ പിന്തുടർന്ന് ശശിയുടെ വീടിന് മുന്നിൽ വന്ന് കുരയ്ക്കാൻ തുടങ്ങി. സംശയം തോന്നിയ CI പാർത്തൻ ശശിയുടെ വീട് പരിശോധിക്കാൻ അകത്തേക്ക് കയറുന്നു. പോലീസ് വീട് അരിച്ചു പെറുക്കുമ്പോൾ കുടുംബം മുഴുവൻ ആ കാണാതായ ബാഗ് എവിടെയെന്ന് ഓർത്ത് നെട്ടോട്ടം ഓടുകയാണ്. അപ്പോഴാണ് അരുൺ രഹസ്യമായി ആ സത്യം ശശിയോട് പറയുന്നത്. കാണാതായ ആ ബാഗ് മറ്റൊന്നുമല്ല, അടുക്കളയിൽ ഗ്യാസ് സ്റ്റോവിന് മുകളിൽ ഇരിക്കുന്ന ആ പ്രഷർ കുക്കറിനുള്ളിലാണ്. പോലീസുകാരൻ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കുക്കറിൽ മനുഷ്യമാംസം വെന്തിരിക്കുകയാണ്. ആ ഒരു നിമിഷത്തിൽ ശശി തന്റെ ബുദ്ധി പൂർണ്ണമായി പുറത്തെടുത്തു. അവൻ CIയോട് പറഞ്ഞു, ഗോവിന്ദൻ തന്റെ അച്ഛന്റെ 2 വിവാഹങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നുവെന്നും അമ്പലത്തിലെ പണം മുഴുവൻ തട്ടിയെടുത്ത് അയാൾ നാട് വിട്ടു എന്നും കഥയുണ്ടാക്കി. അമ്പല കമ്മിറ്റിയും ഗോവിന്ദനെതിരെ മൊഴി നൽകിയതോടെ ഗോവിന്ദൻ എല്ലാവരെയും ചതിച്ച് പണവുമായി മുങ്ങിയെന്ന് പോലീസ് ഉറപ്പിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഭരതൻ നായരുടെ അസ്ഥി നിബഞ്ജന ചടങ്ങുകൾ നടക്കുകയാണ്. ചടങ്ങുകൾക്ക് ശേഷം ശശി തന്റെ സഹോദരന് ഒരു ബാഗ് നൽകി. അതിൽ 30 ലക്ഷം രൂപയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഗോവിന്ദൻ അമ്പല കമ്മിറ്റിയിൽ നിന്നും തട്ടിയെടുത്ത പണം അമ്പലത്തിലെ വഞ്ചിയിലാണ് ഒളിപ്പിച്ചിരുന്നത്. ശശിയും സുഭാഷ് ജൂനിയറും ചേർന്ന് ആ വഞ്ചി തകർത്ത് ആ പണം വീതം വെക്കുകയായിരുന്നു. പക്ഷേ കഥയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ട്വിസ്റ്റ് ശശി തന്റെ കുടുംബത്തോട് വെളിപ്പെടുത്തിയത് അതിനുശേഷമാണ്. ആ പ്രഷർ കുക്കറിലിട്ട് അവൻ വേവിച്ചത് ഗോവിന്ദന്റെ ശരീരഭാഗങ്ങളായിരുന്നു. അത് പിന്നീട് കത്തിച്ച് ചാരമാക്കി.
ഇപ്പോൾ അവർ പുഴയിലൊരുക്കിയ ഭരതൻ നായരുടെ അസ്ഥിചാരത്തിനൊപ്പം മിക്സ് ചെയ്ത് ഒഴുക്കിക്കളഞ്ഞു. അതായത് തങ്ങളെ ചതിക്കാൻ നോക്കിയ ശത്രുവിന്റെ ചാരവും സ്വന്തം അച്ഛന്റെ ചാരവും ഒരുമിച്ച് പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് നോക്കി നിൽക്കുന്ന ആ കുടുംബത്തിന്റെ ഞെട്ടിയ മുഖങ്ങളോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.